2024 വിട. പുത്തനുണർവും പുതുപ്രതീക്ഷയുമായി ഇനി 2025. പുതുവർഷത്തെ വരവേൽക്കാനൊരുങ്ങി വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ. പുതുവത്സരാഘോഷത്തിനൊരുങ്ങി കോവളം രാജ്യാന്തര വിനോദസഞ്ചാര തീരം. സ്വകാര്യ ഹോട്ടലുകൾ, റെസ്റ്റോറന്റുകൾ എന്നിവയുടെ നേതൃത്വത്തിൽ വിവിധ ആഘോഷ പരിപാടികൾ ഒരുക്കിയിട്ടുണ്ട്. ഹവ്വ, ലൈറ്റ് ഹൗസ് ബീച്ചുകളിലെ ഹോട്ടലുകൾ, റെസ്റ്റോറന്റുകൾ എന്നിവ ദീപാലങ്കാര പ്രഭയിലാണ്. DJ പാർട്ടികൾ, കേരളത്തിന്റെ തനത് നൃത്തരൂപങ്ങൾ എന്നിവയുൾപ്പെടെയുള്ള കലാപരിപാടികളാണ് വിവിധ ഹോട്ടലുകളിൽ ഒരുക്കിയിട്ടുള്ളത്. ടൂറിസം വകുപ്പിന്റെ നേതൃത്വത്തിലുള്ള ആഘോഷ പരിപാടികളായി പുതുവത്സരപ്പിറവിയുടെ തലേന്ന് വൈകിട്ട് 5-ന് ബീച്ചിൽ ശിങ്കാരിമേളവും തെയ്യവും അരങ്ങേറും. ലൈറ്റ് ഹൗസ് ബീച്ചിൽ നിന്നാരംഭിച്ച് ഹവ്വ ബീച്ച് വരെ മേളവും തെയ്യവും നീങ്ങും. രാത്രി 12-ന് ഇടക്കല്ല് പാറക്കൂട്ടത്തിൽ ലഘു കരിമരുന്ന് പ്രയോഗവും ഉണ്ടാവുമെന്ന് ബന്ധപ്പെട്ടവർ അറിയിച്ചു. വർക്കല പുതുവത്സരം വരവേൽക്കാനും ആഘോഷിക്കാനും തീരത്തേക്ക് വൻ സന്ദർശക പ്രവാഹമാണ് ഇത്തവണയും പ്രതീക്ഷിക്കുന്നത്. ഈ മാസം മുഴുവൻ ഏതാണ്ട് എല്ലായിടത്തും മുറികളുടെ ബുക്കിംഗ് പൂർണ്ണമായി എന്നാണ് വിവരം. പൊന്മുടി പുതിയ ഗസ്റ്റ് ഹൗസും പുതുക്കിയ റെസ്റ്റ് ഹൗസ് ക്യാമ്പ് ഷെഡും കഫറ്റീരിയയും പൊന്മുടിയിൽ പുതുവർഷത്തിൽ യാഥാർത്ഥ്യമാകും. പൊന്മുടിയിലെ പുതുവർഷം പുതുശോഭയിലാണ്. പല ഘട്ടങ്ങളിൽ കരാർ പുതുക്കി 10 വർഷത്തോളം എടുത്ത് പൂർത്തിയാക്കിയ ഗസ്റ്റ് ഹൗസിന് 16 കോടി രൂപയാണ് ചെലവായത്. സഞ്ചാരികൾക്ക് സൗകര്യപ്രദമായ സ്റ്റേ സംവിധാനം ഇല്ലെന്ന പരാതി ഈ പുതുവർഷം മുതൽ ഇല്ലാതെയാകുമെന്ന് കരുതാം.